വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയുടെയും ഇടുക്കി അടക്കമുള്ള മലയോര മേഖലകളുടെയും വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് കരുതിയ പദ്ധതിയാണ് ശബരി റെയിൽപാത. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലയിൽ നടത്തിയത്. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന്റെ നിരാശയിലാണ് നാട്ടുകാർ. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമെല്ലാം നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലും ആ പരിസരത്തുമെല്ലാമാണ്. ഇപ്പോഴുള്ള കാലടി റെയിൽവേ സ്റ്റേഷൻ ഇതിനുവേണ്ടി പണിതീർത്തതാണ്. വളരെ നേരത്തെ തന്നെ പണിതീർക്കപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി പെരിയാറിന് കുറുകെ ഒരു പാലവും അങ്ങനെ തീർത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ശബരി പാതയിൽ ഉൾപ്പെടുന്ന കാലടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടം വരെ വർഷങ്ങൾക്ക് മുൻപേ പാത നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ മുന്നോട്ടു പോക്കിൽ ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഈ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരുകൾ കാണിച്ചാൽ അന്ന് നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വലിച്ചു നീട്ടി സർക്കാരുകൾ മാറുന്നു, പദ്ധതികൾ മാറുന്നു, എഞ്ചിനീയർമാർ മാറുന്നു, മന്ത്രിമാർ മാറുന്നു, അപ്പോൾ തടസ്സങ്ങൾ വരുന്നു. ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് പോകാനുള്ള ഇച്ഛാശക്തി സർക്കാരിൽ കാണിച്ചില്ലെങ്കിൽ പൊതുജനത്തിന് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറാമെന്നല്ലാണ്ട് വേറെ ഗുണവും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. താമസിച്ചിരുന്ന വീടും സ്ഥലവും വിട്ടുകൊടുത്ത് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിൽ സങ്കടമുണ്ട് പലർക്കും. സങ്കടമാണ് വാസ്തവത്തിൽ. ഈ കാര്യം ഓർക്കുമ്പോൾ സങ്കടമാണ്. കാരണം നമ്മളെല്ലാം മാന്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു വീടും പറമ്പും നഷ്ടപ്പെടുത്തിയിട്ട് വേറെ എങ്ങോടെങ്കിലും നിങ്ങൾ പൊക്കോ, റീഹാബിലിറ്റേഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഞങ്ങളായിട്ട് സഹകരിച്ചു പോയത് ഞങ്ങളുടെ തെറ്റ്. റെയിൽപാതയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ക്രയവിക്രയം സാധ്യമല്ലാത്ത വിധം മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തവരുടെ സൈഡിൽ അല്പം സ്ഥലം എന്തെങ്കിലും കിടപ്പുണ്ടാവും, എന്തെങ്കിലും 5-10 സെന്റ് എന്തെങ്കിലും കിടപ്പുണ്ടാവും. അതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേക്കാരുടെ സാങ്ഷൻ വേണം, അല്ലെങ്കിൽ പഞ്ചായത്ത് സാങ്ഷൻ കൊടുക്കില്ല. ഈ റെയിൽവേക്കാരുടെ സാങ്ഷൻ കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് സാങ്ഷൻ മേടിക്കണം. അതിനുവേണ്ടി പോയി കഴിയുമ്പോൾ അവർ ഇത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഈ റെയിൽവേയുടേതായ യാതൊരു സൗകര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. സർവീസ് റോഡില്ല, യാതൊന്നുമില്ല. അതിൻ്റെ സൈഡിൽ ബാക്കി കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത്, വേറെ ആർക്കും ബാധ്യതയില്ലാത്ത ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ സാങ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്, സഹിച്ചുകൂടാത്ത അനീതിയാണ്. ട്രെയിൻ വരുമെന്ന പ്രതീക്ഷയിൽ പണിതിട്ട പാലത്തിന് മുകളിൽ കാറ്റുകൊള്ളാനും ഫോട്ടോയെടുക്കാനും വരുന്നവരുടെ തിരക്ക്. പെരുമ്പാവൂർ, കാലടി എന്നിവിടങ്ങളിലെ പ്ലൈവുഡ്, അരി വ്യാപാരികൾ, മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ കർഷകർ, ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരികൾ എന്നിവരെല്ലാം ശബരി പാതയിൽ പുതിയ പ്രതീക്ഷകൾ കണ്ടവരാണ്. ശബരിപാത എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. പദ്ധതി വിഭാവനം ചെയ്ത കാലത്തേക്കാൾ കോടാനുകോടി രൂപയാകും ഇനിയത് പ്രാവർത്തികമാക്കാൻ. പരസ്പരമുള്ള പഴിചാരലുകൾ, ആരാണ് ഇതിനുത്തരവാദി എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു ഉത്തരവുമാകില്ല. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.